പോക്കിന്ന് എന്തോ മുറാദാ, ആ പോക്കിലെന്തോ പസാദാ. ആ യാത്രസംഘം ഇപ്പോൾ കിലോമീറ്ററുകൾ പിന്നിട്ടിരിക്കുന്നു. ഫലൽ ആബിദിന് നിറഞ്ഞ ആഹ്ലാദം. തന്നെ ചതിക്കാൻ നടക്കുന്ന ജാരയുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന ആശ്വാസം. പക്ഷേ ആ രാക്ഷസി ഒരു പ്രേതത്തെ പോലെ തന്നെ പിന്തുടരുന്നത് ഫലൽ ആബിദ് അറിഞ്ഞിട്ടില്ല. സമയം സന്ധ്യയായി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ മെല്ലെ മെല്ലെ താഴ്ന്നിറങ്ങി. വിശാലമായ മരുഭൂമിയിൽ എല്ലാവരും കൂടാരം കിട്ടി. സമയം ഇഴഞ്ഞു നീങ്ങി. നല്ല തണുപ്പുള്ള രാത്രി. യാത്രയുടെ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പക്ഷേ ഫലൽ ആബിദ് മാത്രം ഉറങ്ങിയിട്ടില്ല. അദ്ദേഹം ഇബാദത്തിലാണ്. സമയം പാതിരാത്രി. രാത്രിയുടെ നിശബ്ദതയിൽ എവിടെ നിന്നോ ഒരു കുറുക്കൻ ഓരിയിട്ടു. ഈ സമയം ഫലലിന്റെ കൂടാരത്തിന് പുറത്തുനിന്ന് ഒരു സ്ത്രീയുടെ ശബ്ദം. അസ്സലാമു അലൈക്കും. ആരാണ് ഈ അസമയത്ത് സലാം പറയുന്നത്? ഫലൽ പുറത്തു വന്ന് നോക്കി. ഇത് ഞാനാണ് ജാരിയ. സുബ്ഹാനല്ലാഹ്. ജാരിയ, നീ എന്തിനാണ് ഇവിടെ വന്നത്? നീ എങ്ങനെ ഇവിടെ വന്ന് പെട്ടു? ഈ തണുപ്പുള്ള രാത്രി കൂടുതലൊന്നും സംസാരിക്കണ്ട. ആരും കാണുന്നില്ല. എല്ലാവരും ഉറക്കത്തിലാണ്. ഇതാ, ഒന്ന് സമ്മതിച്ചാൽ നേരം പുലരും മുമ്പ് ഞാൻ സ്ഥലം വിടാം. എന്താണ് ജാരിയ നീ പറയുന്നത്? ആരും കാണുന്നില്ല എന്നോ? എന്റെ റബ്ബിന്റെ കണ്ണ് കെട്ടാൻ നിനക്ക് സാധിക്കുമോ? മര്യാദക്ക് പോകലാണ് നിനക്ക് നല്ലത്. ഫലലിന്റെ കനത്ത ശബ്ദം കേട്ട് ഒരു ഷോക്ക് ഏറ്റതുപോലെ അല്പനേരം തരിച്ചു നിന്ന് പോയി. നിന്നെ പിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞ് അവൾ അവളുടെ കൂടാരത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയി. മുത്തുപലലുൽ ആബിദിന്നുറച്ച തീരുമാനം കേട്ടു അന്താളിച്ചു നിൽക്കയാണ് നീലമേഘം. രാക്കിളികൾ ജാരിയാനെ കൊഞ്ഞനം കാണിച്ചു. ഫലലുൽ ആബിദിനെയോർത്ത് കണ്ണുനീർ പൊഴിച്ചു. മുത്ത് ഫലലുൽ ആബിദിന്നുറച്ച തീരുമാനം കേട്ടു അന്താളിച്ചു നിൽക്കയാണ് നീലമേഘം. പ്രഭാതം വിടർന്നു. ഹജ്ജ് സംഘം യാത്രയായി. 2ാം ദിവസത്തെ യാത്ര. പക്ഷേ ഇന്ന് ഫലൽ ആബിദിന് ഇന്നലത്തെ പോലെ സന്തോഷം കാണുന്നില്ല. ഇത് കണ്ട പലർക്കും സംശയം. എന്ത് പറ്റി നമ്മുടെ ഫലലിന്? അസുഖം വല്ലതുമുണ്ടോ? ഒന്നുമില്ല സുഹൃത്തുക്കളെ, യാത്രയല്ലേ, ക്ഷീണം കൊണ്ടായിരിക്കാം. ജാരിയ ഈ സംഘത്തിലുള്ളത് ഫലലിനെ മാത്രമേ അറിയുകയുള്ളൂ. അന്നത്തെ പകലും എരിഞ്ഞമർന്നു. ഭൂമിയിൽ ഇരുട്ട് പകർന്നപ്പോൾ ഫലലിന് അസ്വസ്ഥത കൂടി. റബ്ബേ, ഇന്ന് രാത്രി ജാരിയക്ക് എന്തൊക്കെയാണാവോ ഉദ്ദേശം? ഒന്നും അറിയില്ല. മണിക്കൂറുകൾ മുന്നോട്ട് നീങ്ങി. പാതിരാവോളം അദ്ദേഹം കണ്ണീരൊഴിച്ച് പ്രാർത്ഥിച്ചു. മനസ്സിന്റെ ദുഃഖവും യാത്രാ ക്ഷീണവും അദ്ദേഹത്തെ തളർത്തി. അദ്ദേഹം മയങ്ങിപ്പോയി. ഈ സമയം ജാരിയ തന്റെ ഭൃത്യൻ അസ്വദിനെ വിളിച്ചുണർത്തി. ഒരു പണക്കിഴി കയ്യിൽ കൊടുത്തു. ഇത് നിനക്കുള്ളതല്ല. അതാ ആ കാണുന്ന ഫലലിന്റെ കൂടാരം. അവിടെ നീ ചെല്ലണം. അയാൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് അയാളുടെ ഭാണ്ഡത്തിൽ വെച്ച് കെട്ടണം. ഒരു മണത്തരി പോലും അറിയാതെ തിരിച്ചു പോരണം. വിദഗ്ധമായി ഇത് ചെയ്താൽ ഞാൻ നിനക്ക് എന്ത് തരുമെന്നറിയുമോ? ഇല്ല, അറിയില്ല. കണ്ണ് നിറച്ചും പൊന്നും പണവും നൽകാമല്ലോ റാഹത്തിൽ. പെണ്ണ് പറഞ്ഞത് കേട്ടും കൊണ്ടത് പോകുന്നു അതിവേഗത്തിൽ. കണ്ണ് നിറച്ചും പൊന്നും പണവും നൽകാമല്ലോ റാഹത്തിൽ. പെണ്ണ് പറഞ്ഞത് കേട്ടും കൊണ്ടത് പോകുന്നു അതിവേഗത്തിൽ. ഫലലുൽ ആബിദുറങ്ങണ കണ്ട് കേറുന്നു കൂടാരത്തിൽ. ഫലലുൽ ആബിദുറങ്ങണ കണ്ട് കേറുന്നു കൂടാരത്തിൽ. പെണ്ണ് കൊടുത്ത പണക്കിഴി കെട്ടി വെക്കുന്നവരുടെ ഭാണ്ഡത്തിൽ. കണ്ണ് നിറച്ചും പൊന്നും പണവും നൽകാമല്ലോ റാഹത്തിൽ. പെണ്ണ് പറഞ്ഞത് കേട്ടും കൊണ്ടത് പോകുന്നു അതിവേഗത്തിൽ. അസ്വദി എന്ന അടിമ ജാരിയ പറഞ്ഞതുപോലെ എല്ലാം വിദഗ്ധമായി ചെയ്തു. പ്രഭാതം പൊട്ടിവിടർന്നു. ഹജ്ജ് സംഘം യാത്രയായി. 3ാം ദിവസത്തെ യാത്ര. സമയം നട്ടുച്ച. പിന്നിൽ നിന്നൊരു പെണ്ണിന്റെ കരച്ചിൽ കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. എന്തു പറ്റി? എന്റെ പണക്കിഴി കാണുന്നില്ല. ഈ കൂട്ടത്തിൽ ഒരു മോഷ്ടാവുണ്ട്. ഹജ്ജ് സംഘത്തിന്റെ അമീർ എല്ലാവരുടെ ഭാണ്ഡങ്ങളും പരിശോധിച്ചു.
ആരുടെ ഭാണ്ഡത്തിലും അവളുടെ പണക്കില്ല. എന്താ നിങ്ങൾ അയാളുടെ ഭാണ്ഡം പരിശോധിക്കാത്തത്? പലലിന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൾ പറഞ്ഞു, പെണ്ണേ, അതാരാണെന്ന് നിനക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സ്നേഹിച്ച മഹാനായ പലൽ ആബിദാണത്. നിന്റെ പണക്കിഴ എടുക്കാൻ മാത്രം തരം താഴ്ന്ന വ്യക്തിയല്ല അദ്ദേഹം. എന്നാലും ഒന്ന് പരിശോധിച്ചുകൂടെ? ഇല്ല, ഞങ്ങൾ പരിശോധിക്കയില്ല, അത് അദബ് കേടാണ്. അല്ല, നിങ്ങൾ എന്റെ ഭാണ്ഡം പരിശോധിക്കണം, എന്നിട്ട് ആ സ്ത്രീയുടെ സംശയം തീർക്കണം. അതാണ് നീതി. പലൽ ആബിദിന്റെ വാക്ക് മാനിച്ച് ഭാണ്ഡം അടിച്ചു നോക്കിയപ്പോൾ സൽമാൻ ഫാരിസി ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. കണ്ടു പാണ കിഴി പലലുൽ ആബിദിന്റെ ഭാണ്ഡം പരിശോധിച്ചപ്പോൾ അതിലുണ്ട്. കണ്ടു പാണ കിഴി പലലുൽ ആബിദിന്റെ ഭാണ്ഡം പരിശോധിച്ചപ്പോൾ അതിലുണ്ട്. എന്ത് പുതുമായി എന്തോ രാജബാണ്. എല്ലാവരും തമ്മിൽ നോക്കി നിൽപ്പാണ്. സൽമാനുൽ ഫാരിസി പലലിനെ നോക്കുന്നു. ശരപുറ്റ പലലിൽ ആബിദെ തളരുന്നു. പലൽ മോഷ്ടാവോ? ആയിരിക്കാം. അല്ലാതെ പിന്നെ എങ്ങനെയാണ് അവളുടെ പണക്കിഴി അയാളുടെ ഭാണ്ഡത്തിൽ വന്നത്? പലരും പലതും പറയാൻ തുടങ്ങി. ഇയാൾ ഇത്ര മോശക്കാരനാണോ? ആയിരിക്കാം. ഭക്തന്റെ വേഷമണിഞ്ഞ് നടക്കുന്ന പാപിയാണ് അയാൾ. പിടിച്ചു കെട്ടു. ആ സ്ത്രീയുടെ ശബ്ദം ഉയർന്നു. പലലിനെ പിടിച്ചു കെട്ടാൻ സൽമാൻ ഫാരിസി ഉത്തരവിട്ടു. ഉടനെ ആ മനോഹരമായ കൈകൾ പിന്നിലേക്ക് ബന്ധിക്കപ്പെട്ടു. ഹജ്ജ് സംഘം മുന്നോട്ട് നീങ്ങി. മനസ്സിന്റെ ദുഃഖവും അപമാനവും താങ്ങാനാവാതെ ഒരു കുറ്റവാളിയെ പോലെ അവരുടെ നട്പിലതാ നടക്കുന്നു. അരുമാ പലലും നടുക്ക് നടകൊണ്ട് ആകാശം ഭൂമി കരഞ്ഞു ഇതു കണ്ട്. അരുമാ പലലും നടുക്ക് നടകൊണ്ട് ആകാശം ഭൂമി കരഞ്ഞു ഇതു കണ്ട്. തെറ്റൊന്നും ചെയ്യാത്ത മാണിക്കല്ലല്ലേ കെട്ടിക്കാരങ്ങൾ നെരുങ്ങി നടപ്പല്ലേ. പലലിന്റെ കണ്ണീരോ ലിച്ചുമഴ പോലെ ജാരിയ പെണ്ണ് ചിരിക്കുന്നു. മണിക്കൂറുകൾ മുന്നോട്ട് നീങ്ങി. സൂര്യൻ അസ്തമിച്ചു. ജാരിയുടെ കുതന്ത്രങ്ങളെല്ലാം പുറത്തെടുക്കുന്ന രാത്രിയാണെന്ന്. പലൽ ആബിദ് അക്ഷരാർത്ഥത്തിൽ ക്ഷീണിച്ച രാത്രി. യാത്രയുടെ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങി. പലൽ ആബിദും ഉറങ്ങിപ്പോയി. ഈ സമയം ജാരിയ തന്റെ ഭൃത്യൻ അസ്വദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ, ഇന്നും കൂടി നീ എന്നൊന്ന് സഹായിക്കണം. ഇതാ, ഈ പൊടി കൊണ്ടുപോയി പലന്റെ മുഖത്ത് വിതരണം. ബോധം പോയാൽ അയാളെ താങ്ങിയെടുത്ത് എന്റെ കൂടാരത്തിൽ കൊണ്ടുവന്ന് കിടത്തണം. അസ്വദ് പറഞ്ഞ പോലെ ചെയ്തു. ഇനി ഒരു പണിയും കൂടി നീ ചെയ്യണം. ഈ കിടക്കുന്ന അടിമ സ്ത്രീ ഷഹീദ, അവളെ കൊല്ലണം. അയ്യോ, എനിക്ക് വയ്യ ഭവതി. ഒരു പാവം പെൺകുട്ടിയല്ലേ. നിഷ്കളങ്കയും സ്നേഹസമ്പന്നയും സൗന്ദര്യവതിയുമായ ഒരു അടിമ സ്ത്രീയെ, ഷഹീദയെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. നമുക്ക് വല്ല അസുഖവും വന്നാൽ അവൾ കരയുന്നത് കണ്ടില്ലേ? ശരിയാണ്. എന്നാലും പലലിനോടുള്ള പക തീർക്കണമെങ്കിൽ അവളെ കൊന്നേ പറ്റൂ. അയ്യോ, എനിക്ക് വയ്യ ഭവതി. അവളുടെ കഴുത്തിൽ ഞാൻ ആയുധം വെക്കുകയില്ല. നിനക്ക് വയ്യെങ്കിൽ ഞാൻ ചെയ്യാമടോ. ജാരിയ നേരത്തെ കരുതി വെച്ചിരുന്ന മൂർച്ചയുള്ള കഠാരി ഉറങ്ങിക്കിടക്കുന്ന ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കുത്തിയിറക്കി. രക്തം ചീറ്റിയപ്പോൾ ഒപ്പം നിന്നിരുന്ന ആസ്വദ് തേങ്ങി കരഞ്ഞു. പോയല്ലോ പൊന്നുമോളെ, ഞാനൊറ്റക്കായല്ലോ
സുഹൃത്തുക്കളെ, ബോധരഹിതനായ ഫലലിനെ ഇപ്പോൾ ജാരിയുടെ ഭൃത്യൻ അവളുടെ ടെന്റിൽ വന്നുകൊണ്ട് കിടത്തിയിരിക്കുന്നു. ഫലലിന്റെ ബോധം അല്പാൽപമായി തെളിയുന്നുണ്ട്. ഇത് കണ്ട ജാരിയ ആദ്യത്തെ സർവശക്തിയും ഉപയോഗിച്ച് തന്റെ മാറോട് ചേർത്ത് അലമുറയിട്ടു. യാത്ര സംഘം നിലവിളി കേട്ട് ഉണർന്നു. കരച്ചിൽ കേൾക്കുന്ന ഭാഗത്തേക്കൂടി എന്താണ് സംഭവിച്ചത് ഒന്നും അറിയുന്നില്ലല്ലോ. ജനങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഫലലൊരു പെണ്ണിന്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേൽക്കുന്നതാണ് കണ്ടത്. കുറച്ചപ്പുറത്ത് ഒരു സ്ത്രീ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇയാൾ എന്നെ മാനഭംഗപ്പെടുത്താൻ വന്നു. ഞാനും എന്റെ അടിമ സ്ത്രീയും എതിർത്തപ്പോൾ അടിമ ഇയാൾ കുത്തി വീഴ്ത്തി. പിടിച്ചു കെട്ടടോ ഈ ധിക്കാരിയെ. ഇന്ന് രാവിലെയല്ലേ ഇയാൾ ഒരു പെണ്ണിന്റെ പണം മോഷ്ടിച്ചത്? ഇപ്പോഴിതാ ഒരു പെണ്ണിനെ കൊന്നിട്ടിരിക്കുന്നു. പോരാത്തതിന് ബലാത്സംഗവും. ഇവനെ ഇപ്പോൾ തന്നെ കൊല്ലണം. ജനങ്ങൾ ആ രാത്രി ബഹളം വെക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ആരോ ഫലൽ ആബിദിന്റെ കൈയും കാലും കൂട്ടിക്കെട്ടി നിലത്തിട്ടിരിക്കുന്നു. ഈ ബഹളത്തിനിടയിലാണ് ഫലലിന്റെ ബോധം ശരിക്കും തെളിഞ്ഞു വന്നത്. വല്ലാത്ത ദാഹമുണ്ട്. ആരോട് വെള്ളം ചോദിക്കും? എല്ലാവരും എന്റെ നേരെ പണം വിടത്തി നിൽക്കുകയാണല്ലോ. എന്താണ് ഇവിടെ നടന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ലല്ലോ. റബ്ബേ, എല്ലാവരും എന്റെ നേരെയാണല്ലോ കയർക്കുന്നത്. ആദ്യം ആ കിടപ്പിൽ കിടന്ന് മുഖം നിലത്തമർത്തി പൊട്ടിക്കരഞ്ഞു. കൽവിലെ കഥനങ്ങളറിയും വന്നവാ, കാതിരെ കരയുന്നിതാകര കാണുവാ. കണ്ണുനീരില്ലായെനിക്കിനി കരയുവാ, കാലിക്കെ തേടുന്നു ഞാൻ ക്ഷമ കിട്ടുവാൻ. കൽവിലെ കഥനങ്ങളറിയും വന്നവാ, കാതിരെ കരയുന്നിതാകര കാണുവാ. കാറ്റിലുലയും തോണി പോലൊരു ജീവിതം, കാറ്റിലുലയും തോണി പോലൊരു ജീവിതം നൽകണേ പരലോകമിൽ സുഖ ജീവിതം. നൽകണേ പരലോകമിൽ സുഖ ജീവിതം. നേരം പുലരുന്നതിന്റെ മുമ്പ് തന്നെ അടിമ സ്ത്രീയെ ജനം മറവ് ചെയ്തു. അപ്പോഴേക്കും നേരം പുലർന്നു. ഹജ്ജ് സംഘം യാത്രയായി. കിലോമീറ്ററുകൾ പിന്നിട്ടു. അതാ കാണുന്നു കഅബ ശരീഫ്. കഅബ ശരീഫിന്റെ നിറം കണ്ടപ്പോൾ ഫലൽ ആബിദിന് സങ്കടം തടഞ്ഞു നിർത്താനായില്ല. ആദ്യം പൊട്ടിക്കരഞ്ഞു. കഅബ ശരീഫിൻ രൂപം കണ്ട സമയത്ത് പൊട്ടിക്കരഞ്ഞു ഫലലുൽ ആബിദ്. പൊട്ടിക്കരഞ്ഞു ഫലലുൽ ആബിദ്. കരളെ ഞാൻ നിന്നെ കാണാൻ വന്ന സ്ഥിതി കണ്ടോ? കൈകാലിനെനിക്കില്ലൊരാവത്, കൈകാലിനെനിക്കില്ലൊരാവത്. കഅബ തവാഫ് ചെയ്യണമെങ്കിൽ കെട്ടുകൾ ആരിതഴിച്ചു തരും. കൽബിന് റാഹത്താകണമെങ്കിൽ കാലിന് സ്വസ്ഥത വേണ്ടിവരും. കഅബ തവാഫ് ചെയ്യണമെങ്കിൽ കെട്ടുകൾ ആരിതഴിച്ചു തരും. കൽബിന് റാഹത്താകണമെങ്കിൽ കാലിന് സ്വസ്ഥത വേണ്ടിവരും. മോഹിച്ചിട്ടൊന്നും എനിക്കിന്ന് ഫലമില്ല. ഞാനിന്നെ ഒരു പ്രതിയായല്ലോ, ഞാനിന്നെ ഒരു പ്രതിയായല്ലോ. മോഹന സ്വപ്നങ്ങളെ കൽവിൽ മാറമാടി കണ്ണീരിൽ മടങ്ങിപ്പോകാമല്ലോ, കണ്ണീരിൽ മടങ്ങിപ്പോകാമല്ലോ. ഹജ്ജെല്ലാം കഴിഞ്ഞു. ഹജ്ജ് സംഘം മടക്ക യാത്ര തിരിച്ചു. മദീനക്കാർ ഹജ്ജ് സംഘത്തിനെ വരവേറ്റു. പക്ഷേ ഫലൽ ആബിദിനെ മുന്നിൽ കാണുന്നില്ലല്ലോ. എവിടെ നമ്മുടെ മഹാനായ ഫലൽ ആബിദ് തങ്ങൾ? അങ്ങനെ ഒരു മഹാനൊന്നും ഈ കൂട്ടത്തിലില്ല. കള്ളനും വ്യഭിചാരിയും കൊലപ്പുള്ളിയുമായ ഫലൽ ആബിദ് ഈ സംഘത്തിന്റെ പിന്നിലുണ്ട്. എന്താണ് മനുഷ്യരെ നിങ്ങൾ പറയുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട ഫലലിന് എന്തു പറ്റി?
എന്തിനാണ് അദ്ദേഹത്തെ വരിഞ്ഞു കെട്ടിയിരിക്കുന്നത്? എല്ലാം അറിയാം. ഉമർ ബിൻ ഖത്താബിന്റെ മുമ്പാകെ ഹാജരാക്കുമ്പോൾ അവരതാ ഫലല് ഉമർ ബിൻ ഖത്താബിന്റെ മുമ്പാകെ ഹാജരാക്കുന്നു. ഇത് കണ്ട ഭരണാധികാരി തരിച്ചിരുന്നു പോയി. ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി. ഫലൽ ആബിദിന്റെ കേസിന് വിധി പറയുന്ന ദിവസം ഇന്നാണ്. കോടതിക്ക് ചുറ്റും പുരുഷാരം തടിച്ചുകൂടി. ശരീഅത്ത് കോടതിയാണ്. കട്ടവന്റെ കൈമുറിക്കും, കൊലയാളിയെ തൂക്കി കൊല്ലലാണ്. ശിക്ഷ നടപ്പാക്കുന്നവർ അതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നിൽക്കുന്നു. ഫലലിന്റെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. അദ്ദേഹം കുറ്റക്കാരൻ തന്നെ. ഹജ്ജ് സംഘം സാക്ഷികളാണ്. ഇനി വിധി പറയേണ്ട താമസം മാത്രം. അതെ, ജഡ്ജി ഉമർ ബിൻ ഖത്താബ് ആ വിധി പ്രഖ്യാപിച്ചു. ഫലൽ ആബിദി കോടതിക്ക് മുമ്പാകെ കുറ്റക്കാരനാണ്. ആകാശഭൂമി വിറവിറച്ചു